യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി ബലത്തിൻ ക്രിയകൾ ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമായി. യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അധികമായി ബലത്തിൻ ക്രിയകൾ ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമായി. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു, പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. കർത്താവിൽ ബഹുമാന്യനായ ഈ സഭയുടെ സുഹൃത്ത് ജോൺ ഈ പ്രാദേശിക സഭയിൽ അവനെ അക്ഷയമായി സ്നേഹിച്ചു സ്നേഹസമ്പന്നരായ ദൈവം ക്രിസ്തു യേശുവിന്റെ സ്നേഹബന്ധനം പറഞ്ഞതുപോലെ തന്റെ പിതാവാണ് എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയതും എന്നെ ദൈവവചനം പഠിപ്പിച്ചു. 1983 എനിക്ക് 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് കടന്നു പോകുന്നത്. അന്ന് ഞങ്ങളുടെ സഭയിൽ CB ജോൺ 2 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും കൂടെ ബൈബിൾ കോളേജിലേക്ക് പോയി. എൻ്റെ നിവന്യനായ ആ ഗുരുഭൂതൻ്റെ മകൻ ശിശുവാണ് സഭയിൽ ദൈവവചനവുമായി അവസരം ലഭിച്ചത് ഞാൻ വലിയ ഭാഗ്യമായി പദവിയെ ഈ പഠനത്തിൽ പല സ്ഥലങ്ങളിലും ഞാൻ ബ്രദർ മോബിനും കൂടെയാണ് ശുശ്രൂഷിക്കൊണ്ടിരിക്കുന്നത്. എന്നും അദ്ദേഹം ഈ സഭയോട് ഉറപ്പുണ്ട്. നാട്ടിൽ ഞങ്ങൾ 4 വർഷം ഒരുമിച്ച് ഒരു സംഘത്തിലായിരുന്നു മാസ്റ്റർ യുവയാക്കിയുടെ മകൾ ഇവിടെ സംബന്ധിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കാണാനിടയായ സന്തോഷമുണ്ട്. കൊലച്ചേരിക്കാരൻ രാജനമ്പുറത്ത് അങ്ങനെ എനിക്ക് പരിചയമുള്ള ചിലർ ഇവിടെയുണ്ട്. മറ്റൊരു സന്തോഷവും എനിക്കുള്ളത് 80-85 കാലഘട്ടത്തിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഓഡിയോ കാസറ്റുകൾ, ക്രിസ്ത്യൻ ഡിവോഷണൽ കാസറ്റുകൾ സർവ്വസാധാരണയായി കാണാൻ ഒരു പേരായിരുന്നു ആത്മഹത്യ. ഏത് ഓഡിയോ കാസറ്റ് എടുത്താലും സംഗീതം സംഗീതം അന്ന് ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന അധികം പേരില്ല. എന്നാൽ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുന്നത് ഇവിടെ വന്നെങ്ങനെയാണ്. എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ ദിവസം മോഹനോടൊപ്പം പ്രോഗ്രാമുകളിൽ ഒരുമിച്ച് ഐക്യപ്പെടുവാനിടയായിരുന്നു. ഞാൻ ഇങ്ങനെ കഴിവുള്ള ആളിനെ കണ്ടപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവരെ സഹിക്കാനുള്ള മനസ്സ് ഇങ്ങനെയുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഒരുപാട് ശബ്ദമെടുത്ത് പ്രസംഗിക്കുന്നതും തുടർമാനമായി പ്രസംഗിക്കുന്നതുകൊണ്ടാണ് നല്ല സ്വരമാധുരിമ ഒന്നുമില്ല. അങ്ങനെ പാടിയാൽ സന്തോഷിപ്പിക്കാനുള്ള ജന്മസിദ്ധമായ അല്ലെങ്കിൽ സ്വതസിദ്ധമായ കഴിവൊന്നും സംഗീതം പരിശീലിച്ചിട്ടും ഇല്ല. എങ്കിലും എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഫാദറും വളരെ നന്നായി ഫ്ലൂട്ട് വായിക്കുന്നവരായിരുന്നു. അതുകൊണ്ട്
20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ സമാജാത്തിൽ പ്രവേശിക്കുന്നത്. 1985 കുറ്റിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ മാസം സാൻജോൺ ഉദ്യാനം അവിടെ വസ്തുവും വീടും ഉണ്ടായിരുന്നു. ലോക്കൽ ചർച്ചിലാണ് പ്രിയപ്പെട്ടവർ കൂടി വന്നത്. മാസം സാം പറഞ്ഞതുപോലെ 95 ശേഷം ഞാൻ സാമിന് കാണാൻ ജോൺ ശുശ്രൂഷിക്കുന്ന സംഘ കൺവെൻഷനിൽ മറ്റും ശുശ്രൂഷയിൽ സഹകരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ പല ഘട്ടങ്ങൾ എൻ്റെ മനസ്സിൽ കർത്താവിലേക്ക് നൽകിയ മാറ്റങ്ങളുടെ വരികൾക്ക് എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഈണമൊക്കെ നൽകി തന്നത്തെ പാടി ആശ്വസിക്കാറുള്ളവരെ അധികം പാടി ഞാൻ പറഞ്ഞല്ലോ. എങ്കിലും എനിക്ക് പ്രിയ ആഗ്രസാറിനെ കണ്ടപ്പോൾ എനിക്കത് ഒരു സ്റ്റാൻസ് പാടിയപ്പോൾ ആഗ്രഹം. കാരണം മനോഹരമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം പല സഭകളും പരമ്പരാഗത ശൈലികളോടൊക്കെ ഇടവന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലർക്കൊക്കെ. പക്ഷേ എല്ലാവരും ഇതൊന്നും വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ അതേ ശാരീരി ഇനിയും നമ്മുടെ ആളുകളൊന്നും ഇതിനില്ല. ഞങ്ങളുടെ ഒരു സഭാകൂടെ പണി നടത്തുന്ന ഒരു ഷെഡിനകത്താണ് ഇപ്പം ഞങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നു. അവിടെയും ചെറിയ സിസ്റ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് 2 വരികൾ മാത്രം പാടുവാനായിട്ട് താല്പര്യപ്പെടുക. സാധാരണ ഞാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ കാരണം സാറെടുക്കുന്ന സ്കെയിലിൽ ചിലപ്പോൾ എനിക്ക് തുടങ്ങാൻ പറ്റുന്നത്
20-21 വാക്യങ്ങളിൽ കൊണ്ടുപോകട്ടെ. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മളിവിടെ വായിച്ച ദൈവവചനത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പാതകളിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം വിഭജിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ആർക്കും മൗനമായിരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ച് നമുക്ക് കർത്താവിന്റെ പാതകളിലേക്ക്. എനിക്ക് തോന്നുന്നു സാമാന്യ വേദപുസ്തക ബന്ധവും തിരുവഴുത്തുമായി ഒരല്പം അടുപ്പവും പുലർത്തിപ്പോരുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ വാക്യത്തിൻ്റെ മുഴുവൻ ഭാഗവും കാണാൻ അറിയത്തില്ലെങ്കിൽ കുറച്ച് ഭാഗമായി. കാരണം ആ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു അസാധാരണമായ സുഖം ഉണ്ട്. നാം ചോദിക്കുന്നതിൽ നിലയ്ക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, അവിടം വരെ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ വാചകമാണ്, കഴിയുന്നവന്. അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് കിടക്കുകയാണ്. കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ലേഖനത്തെ കുറിച്ചോ ലേഖകനെ കുറിച്ചോ പ്രസംഗശാസ്ത്രം അനുസരിച്ച് പരാമർശിക്കാൻ നിൽക്കാതെ ഞാൻ ഇത് സഹായകമായതുകൊണ്ട് ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവച്ച് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ ലക്ഷ്യം അത് അവസാന വാചകത്തിലുണ്ട്. എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ഈ വാക്യത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന ആ പദത്തിന്റെ വിശദീകരണത്തിന് ഞാൻ സമയം എടുക്കുന്നില്ല. എനിക്കിതിലെ ഒരു ഭാഗമെങ്കിൽ നിങ്ങളോട് പറയാം. ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് മരണകരമായ കുറ്റമാണ് ദൈവത്തിന് വചനത്തിലുണ്ട്. അല്ലേ? അതിന്റെ ഗൗരവം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നതെന്ന് എനിക്കറിയില്ല. ചിലർക്ക് മൗനമായിരിക്കുന്നത് സുഖമാണ്. പക്ഷേ മഹത്വത്തിന് യോഗ്യനായ ദൈവത്തിന് മഹത്വം മനസ്സ് തുറന്ന് കൊടുക്കാതിരിക്കുന്നത് മരണകരമായ കുറ്റമാണ്.
കൊടുക്കായികയാൽ അവൻ ക്രിമിക്കിരയായി മരിച്ചു. വേറെ ഒരു പാപം ചെയ്യുന്ന മഹത്വത്തിന് യോഗ്യനായ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുന്നത് പ്രിയരെ മരണകരമായ കുറ്റമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി. സ്തോത്ര കാഴ്ചയുടെ കാര്യമല്ല. ഈ ധനവും മാനവും പുരാതന സമ്പത്തുമുള്ളവന് നമ്മുടെ വീതമെന്തിനാണ്? അതല്ല ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടത്. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങൾ ചിലർ സംശയിക്കും, പ്രസംഗിച്ചോണ്ടിരിക്കുന്ന മാസ്റ്റർ ചെവി എന്താണ് സ്ഥലം സഭയുടെ മാസ്റ്റർ പറഞ്ഞത്? അങ്ങനെ ഒരാൾ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ വേറെ സാധാരണ ചെവിയിൽ അതിനൊന്നും വന്ന് പറയാറില്ല. അത് ചിന്തിച്ചോണ്ട് ചിലരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്നൊരു സംശയം. എന്നാലും സാഞ്ചോൺ എന്തായിരിക്കും അതെന്റെ ശുശ്രൂഷയെ ബാധിക്കും. അതുകൊണ്ട് ഇന്ന് യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് 1:15 വരെയുള്ള സമയം എടുക്കാം. ടെൻഷൻ മാറിയില്ല. എനിക്കൊരെപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവം ആരല്ലേ നമ്മളൊക്കെ വിഷമം അറിയുന്നില്ല. കാരണം എനിക്ക് ഞാൻ പറഞ്ഞ സാംജോണിന്റെ മുമ്പിൽ, സാംജോണിന്റെ സിസ്റ്റർ സൂസനൊക്കെ കൂടി എനിക്ക് അവർ കുറ്റക്കാരൊക്കെ ഇരിക്കുന്ന സമയത്ത് സൂസനൊക്കെ വളരെ വളരെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പൊ എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടാക്കിയെന്ന് പറയുമ്പോൾ എന്നെ ഒരു അപ്പന് തുല്യമാണ്. അപ്പോ ഈ ലോകത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ മാതൃസഭയിൽ നിൽക്കുന്നത് പോലുള്ള ഒരു മാനസിക സുഖമില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ഒരല്പനേരം നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഈ മഹത്വം കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു ചിന്തയും പറയട്ടെ. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും മുഖവര പറഞ്ഞു തുടങ്ങുമ്പോൾ പരാമർശിക്കാറുള്ള ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അരിമത്യക്കാരൻ യോസേഫ് യേശുവിന്റെ രഹസ്യ ശിഷ്യൻ. അപ്പൊ തന്നെ താൻ ഒരു മന്ത്രി. എനിക്കവിടെ ആ ഭാഗം പറയുമ്പോഴൊക്കെ ഞാൻ പറയാനുള്ള കാര്യം, ഒരു മന്ത്രി, അന്നത്തെ കാലത്ത് ഒരു മന്ത്രി യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചാണ്. യേശുവിന്റെ മാർഗം സാധാരണക്കാരൻ്റെത് മാത്രമല്ല, ഇത് മന്ത്രിമാർക്കും പറ്റിയ മാർഗമാണ് എന്ന് ആ ഭാഗം പഠിക്കണം. മനസ്സിലാവും. ഈ മനുഷ്യൻ, ഈ മന്ത്രിയായ ചെയ്തു എന്ന് പറയുന്ന ഒരു മഹത്തായ ദാനധർമ്മം നമുക്കറിയാം. എന്താ? യോസേഫ് തന്റെ കല്ലറ യേശുവിന് കൊടുത്തു. ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലർക്കും കുടുംബക്കല്ലറയുണ്ട്. കുടുംബക്കല്ലറയിൽ കുടുംബത്തിലുള്ളവരെ അല്ലാതെ സഭക്കാരെ പോലും അടക്കത്തില്ല. ദൈവസ്നേഹമൊക്കെ ഒരു വശത്ത് കിടക്കും. നമ്മുടെ കുടുംബക്കല്ലറയിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കിടക്കും. അതല്ലേ അതിന്റെ സത്യം. അല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ യോസേഫ് തനിക്ക് വേണ്ടി താൻ തന്നെ മുൻകൂട്ടി പണിയിപ്പിച്ച പാറയിൽ വെട്ടിയ കല്ലറ അത് യേശുവിന് കൊടുത്തു. ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കാം. എന്താണോ മന്ത്രിയായ യോസേഫിനെ ഇങ്ങനെ ഒരു ദാനധർമ്മത്തിന് പ്രേരിപ്പിച്ച ഘടന?
യേശുവിന്റെ ശിഷ്യനെന്നുള്ള നിലയിൽ കടപ്പാടിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി ഒരു കാര്യം ചെയ്യുമ്പോൾ ആരും ചെയ്യാത്തതെന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിച്ചാണോ? എന്താണോ ഈ കല്ലറ യോസേഫ് യേശുവിന് കൊടുക്കുമ്പോ യോസേഫിനെ പ്രേരിപ്പിച്ചത്? ഒരുപക്ഷെ ആത്മീയോത്തേജനപ്രദങ്ങളായ നല്ല ചിന്തകൾ മനസ്സിരുത്തി ധ്യാനിക്കുന്ന ദൈവങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം, കിട്ടിയേക്കാം. എന്നാൽ തിരുവെഴുത്ത് ശ്രദ്ധിച്ച് പഠിച്ച എന്തുകൊണ്ട് യോസേഫ് തന്റെ കല്ലറ യേശുവിന് കൊടുത്തു എന്ന ചോദ്യത്തിന് വചന വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം യോസേഫിനറിയാം. 3-ാം ദിവസം ഇത് തിരിച്ചിട്ടു. മന്ത്രിയല്ലേ നഷ്ടം വരുന്ന ഒരു കച്ചവടത്തിൽ നിൽക്കും. കാരണം യോസേഫ് ഒരു കാര്യം വിശ്വസിച്ചിരുന്നു, യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയാണെങ്കിൽ എന്നേക്കുമായി കൊടുത്തതല്ല കല്ലറ. 3 ദിവസം കഴിഞ്ഞാൽ ഇത് തിരിച്ചു കിട്ടുമെന്ന് യോസേഫിന് അറിയാമായിരുന്നു. നമ്മളിവിടെ ഈ മന്ത്രിയുടെ മനസ്സായിരിക്കാം പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചത് എന്റെ കർത്താവിന്റെ മനസ്സാണ്. ഇവിടെ നമ്മുടെ കർത്താവിന്റെ മനസ്സ് നമുക്കൊന്ന് വായിക്കാൻ കഴിയില്ലേ? അവനാരാണ്? ഒരു കല്ലറയാണെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ കടമിടത്തില്ല, അവന് തിരിച്ചു തരും. അല്ലെ? അങ്ങോട്ട് കൊടുത്താൽ കൊടുക്കുന്നവന് കർത്താവ് ഒരിക്കലും കടക്കാരനായിരിക്കത്തില്ല. കൊടുക്കുന്നവർക്ക് കർത്താവ് കടക്കാരനല്ലെന്ന് പറയാൻ ഒരു തെളിവ് വിശദീകരിക്കാതെ പറയാം. ശിമോൻ പത്രോസിന്റെ പടക യേശുവിന് സ്റ്റേജായിട്ട് യേശുവിന് കൊടുത്തത് നമുക്കെല്ലാവർക്കും ശിമോന്റെ പടകിൽ കയറിയിരുന്നിട്ട് പറഞ്ഞു, കരയിൽ നിന്നല്ലോ നീക്കണോ. യേശുവിന്റെ പ്രസംഗം യേശു നിർവഹിച്ചത് ശിമോന്റെ പടക സ്റ്റേജായി ഉപയോഗിച്ചത്. നമ്മൾ ഈ ഓഡിറ്റോറിയം എടുക്കുന്നെങ്കിൽ, ഈ ഹാൾ എടുക്കുന്നെങ്കിൽ, ഇവിടുത്തെ പല ഹാളുകളിൽ നമ്മൾ വാടക കൊടുക്കണം. യേശുവിനെ 1.5 മണിക്കൂർ നേരം പുരുഷാരത്തോട് പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ് വേണമായിരുന്നു. ജനത്തെ മുഖാമുഖമായി കണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പത്രോസ് തന്റെ പടവ് വിട്ടുകൊടുത്തു. കർത്താവ് കടമിട്ടോ, കർത്താവ് ഇറങ്ങിയ പുറകെ ആ പടകവൻ നിറച്ചു. ഇതാണ് നമ്മുടെ കർത്താവിന്റെ മനസ്സ്. അങ്ങോട്ട് കൊടുത്താൽ അവനാർക്കും കടക്കാരനല്ല. അങ്ങനെയെങ്കിൽ ഒരു കല്ലറയാണെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ അവന് തിരിച്ചു തരുമെങ്കിൽ മഹത്വം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ വാചകം ആവർത്തിക്കട്ടെ. ദൈവദാസന്മാരുടെ പ്രേരണ കൊണ്ട്, മറ്റുള്ളവരുടെ ആഹ്വാനം കൊണ്ട് സ്തോത്രം ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ആ മന്ത്രി ചെയ്തതുപോലെ മനസ്സോടെ ഇന്നും പകലും അവരാരും മഹത്വം കൊടുക്കുന്നുവോ അവർക്കവർ കടക്കാരനായിരിക്കത്തില്ല. മനസ്സ് തുറന്ന് മഹത്വം കൊടുക്കേണ്ടതിന് ദൈവമക്കളായ ആഗ്രഹങ്ങളോടെ ക്ഷണിക്കപ്പെടുന്ന അപ്പോ ഈ വാക്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ഈ വാക്യത്തിലെ പ്രധാന പ്രമേയം ഓരോ വാക്യങ്ങളിലും 66 പുസ്തകങ്ങളിലെ 31,173 വാക്യങ്ങളിലും വെറും ഒരു പേരിലാണ് ഒരു വാക്യം ഒതുങ്ങുന്നതെങ്കിലും അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, അതിനകത്തൊരു പ്രമേയമുണ്ട്, അതിനകത്തൊരു തീമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിലെ പ്രധാന പ്രമേയം എന്താണെന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ ദൈവം, നമ്മെ വിളിച്ച ദൈവം, നാം സേവിക്കുന്ന ദൈവം കഴിവുള്ളവനായ ദൈവമാണ്.
കിട്ടിയാൽ കഴിയുന്നവരെ. അപ്പൊ ദൈവം, നമ്മുടെ ദൈവമാണ് കഴിവുള്ളവരായ ദൈവം. ഇന്ന് പകരാരാധനയ്ക്ക് ഇരിക്കുന്ന ദൈവവൈദ്യനെ, നിന്റെ കഴിവില്ലായ്മയെ കുറിച്ചോർത്ത് നീ കരയുന്നുണ്ടാവും. ഇപ്പോൾ നീ നേരിടുന്ന വിഷയങ്ങളുടെ മുൻപിൽ നീ അപ്രാപ്തനാണെന്ന് പറയുന്നുണ്ടാവും. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുന്ന ദൂത്, നീ പകരേണ്ട കാര്യമില്ല. നിന്റെ ദൈവം കഴിവുള്ള ദൈവമാണ്. ഈ വാക്യത്തെ പഠന സൗകര്യാർത്ഥം രണ്ടായി വിഭജിക്കാം, അല്ലെ? ശ്രദ്ധിച്ചറിയാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, ആസ്ക് ആൻഡ് ഇമേജിൻ എന്ന പദമാണ്. ചോദിക്കുക, നനയ്ക്കുക നമ്മൾ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട് അർത്ഥം ഒന്നാണെന്ന് ആരും കരുതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തെ രണ്ടായി തിരിക്കാം. ഒന്ന്, നമ്മുടെ ദൈവമാരെ. ഞാൻ നാമമുള്ള വീട്ടിൽ ഞാനൊന്ന് പറയാം, കാരണം എനിക്കൊരു സ്വകാര്യ അഹങ്കാരം ഇവിടെ എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിലുണ്ട്. എന്റെ ദൈവം ഞാൻ ചോദിക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. എന്റെ ദൈവമാരെ. ഞാൻ നിനയ്ക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. പൗലോസ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇപ്പൊ ദൈവം മനസ്സിലാക്കാണ്. ആർക്കാണ് മഹത്വം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ആരും ഔദാര്യമായിട്ട് സ്തോത്രം പറയണ്ട, ഫോർമാലിറ്റിക്ക് ആരും മഹത്വം കൊടുക്കണ്ട, ആരാധിക്കണ്ട. നിന്റെ ദൈവം നീ ചോദിക്കുന്നതിൽ, നീ നിനയ്ക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഉള്ളിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തലമുറകളിൽ, ഞാൻ ഇന്ന് പകരം ദൂതായി പറയുന്നു, തലമുറകളെ സംബന്ധിച്ച് ആശങ്കകൾ അകത്തൊതുക്കി ആകുലചിത്തരായി ഇതിനകത്തിരുന്ന് ഞരങ്ങുന്ന ഹൃദയങ്ങളോട് തിരുവഴുത്തിലൂടെ ദൈവാത്മാവിൽ ഒരഭിഷക്തൻ എന്നുള്ളതിനെ വിളിച്ചു പറയുന്നു. ഈ വാക്യം അനുസരിച്ച് നിന്റെ ദൈവം നിന്റെ തലമുറകളിൽ മഹത്വപ്പെടാൻ പോകുന്നു. ഇതാണ് ഈ വാക്യത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്ന പ്രധാന പ്രമേയം. ഇതിനകത്തെ ഈ വാക്യത്തിന്റെ പ്രത്യേകതകൾ, ഈ വാക്യത്തിന്റെ വിവരം ഇങ്ങനെ പോകുന്നു. എന്നാൽ ഈ വാക്യം ദൈവം ശ്രദ്ധിച്ചാൽ, ഈ വാക്യം ഒരു പുതിയ അറിവ് അഥവാ ദൈവത്തെ കുറിച്ചൊരു പുതിയ വെളിപ്പാട് പൗലോസ് എഫെസോസ് സഭയ്ക്ക് കൈമാറുക. പൗലോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെയാണ് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ. സത്യം പറഞ്ഞാൽ അർത്ഥത്തിലൊരു ചെറിയ കുശുമ്പൊക്കെ ആളുകളാണ് ഈ മനുഷ്യരോട്. എന്നാ വെളിപ്പാടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു? വേദപുസ്തകം ഒരുപോലെ പറയുന്ന എല്ലാവരും മരിക്കും. മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അത് വേദപുസ്തകം മൊത്തത്തിൽ പറയുന്ന കാര്യം. പക്ഷെ പൗലോസിന് കിട്ടിയ വെളിപ്പാട് പൗലോസ് പറയാണ്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. വേദപുസ്തകം മുഴുവൻ പറയുന്ന എല്ലാവർക്കും മരണമുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നത് മരിക്കാത്ത ഒരു കൂട്ടമുണ്ട്. എന്നെ മർമ്മമാണ്, എന്നെ വെളിപ്പാടാണ്. അതിന്റെ പൊരുൾ ദൈവമൊക്കെ കഴിഞ്ഞ ഇപ്പൊ കാരണം കുറിച്ച നമുക്ക് മരണമില്ല, നമുക്ക് രൂപാന്തരമേ ഉള്ളൂ. അതാ പൗലോസ് പറഞ്ഞു വരുന്നത്. ശിശുവിനെ ഇറങ്ങിയ കാലം വരെ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ജീവിച്ചിരിക്കുന്ന തലമുറ എന്റെ കർത്താവാണ്. സത്യം പറഞ്ഞ ഒരു മാസം എന്നുള്ളവർ ഈ ശവസംസ്കാര ശിശു
മനസ്സുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇന്നും പ്രിപ്പയർഡ്. എന്നൊക്കെ പറഞ്ഞാൽ ആ മൂക്കിനകത്ത് പഞ്ഞിയൊക്കെ വെച്ച് ആ താടിയും കൂട്ടി കെട്ടി വിരലും കെട്ടി കാലും കെട്ടി ആ വെള്ളം പുറപ്പിച്ചുള്ള ആ കിടപ്പ് കണ്ടാൽ വലിയ മാനസികമൊന്നും എനിക്കങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയുന്നത് എന്റെ തലമുറയിൽ നീ വരണം. കർത്താവ് നമ്മുടെ തലമുറയിൽ വന്നാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ നമുക്ക് രൂപാന്തരമേ ഉള്ളൂ. മുമ്പൊരിക്കൽ ഒരാൾ പറഞ്ഞു, എന്താണെന്നറിയാമോ നീ താടിയൊക്കെ കെട്ടിയത് ചില ചത്താലും പാലടയ്ക്കുന്നില്ല, അതുകൊണ്ട് കേട്ട് അല്ലെങ്കിൽ ചിലരെ കുറിച്ച് നമുക്കങ്ങനെ തോന്നാം, ചിലരുടെ ഇടപാട് കാണുമ്പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ. എനിക്ക് ചില സംശയങ്ങളുള്ളൊരു മേഖലയാണ്, അങ്ങോട്ട് എങ്ങനെയുള്ള. കാരണം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അധികം നിഗടിച്ച് പോകാതിരിക്കേണ്ടതിന് ദൈവം തമ്പുരാൻ ജഡത്തിലൊരു ശൂലം പൗലോസിന് നൽകിയത്. എന്താണ്? സാത്താന്റെ ദൂതനെ ഇടപാടി ചെയ്തിരിക്കുകയാണ് ദൈവം പൗലോസിനെ കുത്താൻ. അതൊക്കെ എന്തിരിച്ച പ്രശ്നമായി ചെയ്യാൻ പറ്റില്ല, സമയമില്ല. കാരണം ഇവിടെ ഒരർത്ഥത്തിൽ പൗലോസിനെ പോലെയുള്ള ഒരു ഉപദേശിയെ ദൈവകൃപയെ നിർത്തിക്കൊണ്ട് പോകാൻ ഇവിടെ തമ്പുരാനും സാത്താനുമായിട്ടൊരു ചെറിയ ധാരണ ഉണ്ട്. കൂട്ടുപിടിച്ച് ഈ ഉപദേശിക്ക് ഈ പണി കൊടുക്കുമെന്ന് നമുക്ക് ചോദിക്കുമ്പോഴേ ഞാൻ ആ മേഖല വിടും. പിന്നെ ഒരു കാര്യം ചിന്തിക്ക് ആശ്വസിച്ചത്, ചില നിർത്തിക്കൊണ്ട് പോകണം. സാത്താനും കൂടെ വിചാരിച്ചാലും അത്രയും പറഞ്ഞ ആ കാര്യം ഞാൻ വിടുകയാണ്. പോട്ടെ. അപ്പോ പൗലോസ് വെളിപ്പാടുകളുടെ മനുഷ്യനാണ്. അപ്പം ഈ വാക്യം ദൈവത്തെ കുറിച്ച് പുതിയ വെളിപ്പാടാണ് എന്ന് പറയുന്നതിന്റെ മർമ്മം കൂടെ ഒന്നും പറയാതെ നമുക്ക് ഈ വാക്യത്തിലേക്ക് കയറുന്ന ഭംഗിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വാക്യം പുതിയ വെളിപ്പാടായി എഫെസോസ് സഭയിൽ പൗലോസ് അവതരിപ്പിച്ചത്? ശ്രദ്ധിക്കണം. 4 സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ അറിയാതിരുന്നവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്നാൽ കരുതരുത്. കാരണം ശിഷ്യന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു. യഹൂദന്മാർ പൊതുവെ പ്രാർത്ഥന ശീലമാക്കിയവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു യഹൂദൻ ഏറ്റവും കുറഞ്ഞ ഒരു പകലിൽ 3 നേരം പ്രാർത്ഥിക്കും. അതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ഒഴിപ്പിച്ചു കഴിഞ്ഞു. ദാനിയേലും പറഞ്ഞു, ഞാൻ ദിവസം 3 വട്ടം പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്യും. അപ്പോ പൊതുവെ ആഢ്യത്വമുള്ള കുടുംബത്തിൽ പിറന്നു വളരുന്ന ഒരു യഹൂദൻ കുറഞ്ഞത് 3 തവണ പ്രാർത്ഥിക്കും. അപ്പൊ ആ യഹൂദ പരമ്പരയിൽപ്പെട്ട ശിഷ്യവൃന്ദത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് വരാവുന്ന ചിന്ത അപ്പൊ പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതല്ല, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതിന് ക്ലോസ് ശിഷ്യന്മാരിൽ നിന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. പറയുന്നൊരു ക്ലോസ് ഉണ്ട്. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെയും ഇവർ പ്രാർത്ഥിക്കുന്നവരാണ്. ഇവർ 3 വട്ടം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ യോഹന്നാന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. 4 പേര് കൂടുന്ന ഒരു സദസ്സിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. അത് വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച പോരാ. ഞാൻ മുഖസ്തുതി പറഞ്ഞതല്ല, ഭംഗിവാക്ക് പറഞ്ഞതല്ല. ഇവിടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ, സഹോദരിമാരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുന്നത് വളരെ കൃത്യതയോടെ വാക്കുകൾ ഉപയോഗിച്ച് വളരെ ഭംഗിയായി പ്രാർത്ഥിച്ചത് കേട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് കരുതി നമ്മുടെ ഗ്രാമം കണ്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നതെന്നും ആരും ചിന്തിക്കും.
ചിന്തിക്കരുത്. എന്നാലും വേണമല്ലോ ഒരു ചന്തം. കാരണം സത്യമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ആളുകളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം തിരുവല്ല ശാരദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എന്റെ വൈഫിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യന്റെ കല്യാണത്തിന് അപ്പൊ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി രണ്ടുപേർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കും. പെണ്ണിന്റെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരാളും ചെറുക്കന്റെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരാളും. അപ്പൊ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരാളിന് ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു ബാക്കിയാണ്. അപ്പോ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ദൈവമേ അങ്ങോട്ട് തുടങ്ങിയില്ല. എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് തോന്നി. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവായ അത് കല്യാണ ശുശ്രൂഷ പ്രാർത്ഥന. അതൊക്കെ സഹായത്തിന് ആ പ്രാർത്ഥന കൊള്ളാം. പക്ഷെ ഒരു കല്യാണ ശുശ്രൂഷയ്ക്ക് മാറുന്ന പങ്കുവെച്ച് കിട്ടിയവരെ കുറിച്ചൊന്നും പറയാതെ പെട്ടെന്ന് ജാപ്പാട് വിളിച്ചു പോകാനുള്ള ഉത്തരം വളരെ ചുരുക്കമായിട്ട് ഒരു ഭംഗി. മരണ വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തത്. മരണ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിലെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിന് താഴെ നമ്മുടെ പ്രാർത്ഥന നിൽക്കാം. ഇപ്പൊ തന്നെ പാട്ടൊക്കെ പാടുന്നത് അവിടെ പാടുന്ന പാട്ടിന്റെ പിച്ചിനും ആ ടോണിനും ഒക്കെ ഒരു മിതത്വം വളരെ ലോ ലെവലിലാണ്. കാരണം അതൊരു വിരാമ വീടാണ്. അവിടെ കയറിയതോട് നിന്ന് ആ നിത്യതയെ കുറിച്ചും പുതിയ ശൈലിയുടെ നീളവും വീതിയും തെരുവീതിയും ഒക്കെ പറഞ്ഞ ആലയിൽ പോയി ഒന്നുമില്ലേലും ആ പെട്ടിക്കാതെ കിടക്കുന്നവരെന്തോ ചിന്തിക്കും എന്ന് പറഞ്ഞാൽ ഇവരൊന്നും മരിച്ചാൽ പോലും സ്വസ്ഥത നൽകില്ലെന്ന്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമല്ല. ഓരോ സദസ്സിന് ചേരുന്ന ഓരോ അവസരത്തിന് ചേരുന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അതാണ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് റെഡിമെയ്ഡ് സാധനമാണ് ഒരു സദസ്സിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ശിഷ്യന്മാർക്ക് കർത്താവേ നീ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് അങ്ങനെ യേശു പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാണ് യേശു ശിഷ്യന്മാർക്ക് 3 കൽപ്പന നൽകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ചോദിപ്പി, 2 മുട്ടുവി, 3 അന്വേഷിപ്പി. ഇത് 3 കൽപ്പനയാണ്. അന്യോന്യം സ്നേഹിപ്പി എന്ന ആ പദത്തിന് കൊടുത്തിരിക്കുന്ന അതേ ഗൗരവമാണ് ചോദിപ്പി അഥവാ യാചിപ്പി എന്ന പദത്തിന് ഒരു ഭാഷയുണ്ട്. അപ്പൊ അത് കൽപ്പന ചോദിപ്പി. പക്ഷെ ഈ 3 കൽപ്പന മാത്രമല്ല കർത്താവ് കൊടുത്തത്, 3 വാഗ്ദത്തം കൂടെ കൊടുത്തു. ഓരോ കൽപ്പനയ്ക്കും ഓരോ വാഗ്ദത്തം. ചോദിപ്പി എന്ന കൽപ്പന ഞാൻ അനുസരിച്ചാൽ എനിക്കുള്ള വാഗ്ദത്തം കിട്ടും. കിട്ടും എന്നുള്ളത് ചോദിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ്. അവൻ മുട്ടുവി എന്നുള്ള കൽപ്പന അനുസരിച്ച് ലജ്ജ കൂടാതെ മുട്ടാൻ തയ്യാറായ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ എന്റെ മുന്നിൽ തുറക്കും. എന്ന കൽപ്പന ഞാൻ അനുസരിക്കാൻ തയ്യാറായ എനിക്ക് മാത്രമുള്ള വാഗ്ദത്തമാണ് കണ്ടെത്തും. അവൻ ദൈവത്തിനെ കുറെ കൽപ്പനകൾ വാരി തന്നവനല്ല നമ്മുടെ കർത്താവ്. അതനുസരിക്കുന്നവർക്ക് ചില വാഗ്ദത്തങ്ങൾ കൂടെ കർത്താവ് തന്നിട്ടുണ്ട്. അവൻ നീ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കിട്ടട്ടെ. നീ മുട്ടിക്കൊണ്ടിരിക്കുന്ന വാതിലുകൾ ഈ 2011 തുറന്നു വരട്ടെ. നീ അന്വേഷിക്കുന്ന വിജയങ്ങൾ കണ്ടെത്തുവാൻ ഈ നിലയിൽ കർത്താവ് നല്ല സംവേദന രീതി ഉപയോഗിച്ച് പ്രാർത്ഥനയെ കുറിച്ച് ആഴമായി പഠിപ്പിച്ചു വരവേ യേശു ഒരല്പം വിശദീകരിച്ചത് ചോദിപ്പിൽ കിട്ടുമെന്നുള്ള ഭാഗമാണ്. ഈ 3 കാര്യങ്ങളിൽ യേശു ഒരല്പം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ചോദിപ്പിൽ കിട്ടുമെന്നുള്ള ഭാഗം. അത് നമുക്കറിയാം, വായിപ്പിക്കാൻ സമയം എടുക്കുന്നില്ല. നമുക്കറിയാം കർത്താവ് എന്താ വിശദീകരിച്ചത്. മകൻ അപ്പനോട്
യേശുവിന്റെ ഈ പഠിപ്പിക്കലിൽ ദൈവമാണ് ചോദിക്കുന്നത്. മകൻ ചോദിക്കുന്നത് തരുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ചോദിച്ചാൽ എനിക്ക് അപ്പം തരാൻ കഴിവുള്ളവനാണ് യേശുവിന്റെ പഠിപ്പിക്കലിൽ ദൈവം. ഞാൻ മുട്ട ചോദിച്ചാൽ എന്റെ അപ്പൻ എനിക്ക് മുട്ട തരും. ഞാൻ മീൻ ചോദിച്ചാൽ എന്റെ അപ്പൻ എനിക്ക് മീൻ തരും. അപ്പോൾ ഈ പഠിപ്പിക്കലിൽ യേശുവിന്റെ വാക്കുകളിൽ വാക്യങ്ങളിൽ വ്യക്തമാകുന്ന ദൈവീക വെളിപ്പാടെന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് തരാൻ കഴിവുള്ള ദൈവം. എനിക്ക് സന്തോഷം തോന്നി. ഞാനൊക്കെ ആത്മീയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്ന ഒരു ജീവി ആയതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ചെന്ന് ഭയങ്കര മനസ്സിൽ പ്രയാസമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ചില നടപടികളോട് നമുക്ക് ഇതുവരെ പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ നല്ല കൂടി കൂടി വരുമോ, ഓരോ വാചകം പറഞ്ഞു പറയും, കൈ അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു സ്വന്തം ചെയ്താൽ സുതിച്ചാട്ടെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തേച്ചു പറയാം അല്ലെങ്കിൽ തോളെ തട്ടിയേച്ചു പറയാം അല്ലെങ്കിൽ എന്തോ ചിരിച്ചോണ്ട് പറയാം കഥാവ് സഹായിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് കുഴപ്പമില്ല. അത് അംഗൻവാടിയിലൊക്കെയാണ്. ഈ ആരാധനയുടെ ഒരുപാട് ലോ ലെവലാണ്. കൈ കൊടുത്തു പറ, തോളെ തട്ടി പറ, ചിരിച്ചോണ്ട് പറ, എന്തോ ഇതിന്റെ ചാട. പിന്നെ എന്തോ ഒരു കോമാളികളിൽ പോലെ നമ്മുടെ ദൈവം നമ്മുടെ ചില ഇടപാടുകൾ നമുക്ക് ഇവിടുത്തെ മലയാളിയുടെ 3 ഗ്ലോറിക്ക് വേണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യാം. നമ്മളാരും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും 2 കൊണ്ട് മുഖം കൂടി, 2 കൊണ്ട് പാദം കൂടി, 2 കൊണ്ട് പറഞ്ഞുകൊണ്ട് അവിടെ ആരാധന നടക്കുക. വല്ലപ്പോഴും ഒരിക്കൽ ആളുകൾ ഉറങ്ങുന്നു എന്ന് കാണുമ്പോൾ ചിലർക്ക് മയക്കമോ മോഹാലസ്യമോ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് കൈ ഉയർത്തിക്കുന്നതോ ഒരു പ്രാവശ്യമെങ്കിലും സ്തുതിപ്പിക്കുന്നതോ തെറ്റല്ലതാണ്. പക്ഷെ അത് 1 മണിക്കൂറിനിടയ്ക്ക് 172 പ്രാവശ്യം ഒന്നും ചെയ്യിക്കരുത്. അത് നമുക്ക് വേഗത്തെ വിളിച്ചത് അംഗീകരിക്കപ്പെട്ടില്ല. അതിന്റെ കാര്യം ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ്, സ്തുതിപ്പിക്കട്ടെ എന്നില്ല. അപ്പോ ഈ വാക്യങ്ങളിൽ നമ്മുടെ ദൈവമാണ് ചോദിക്കുന്നത് തരാൻ കഴിവുള്ളത്. മുട്ട ചോദിച്ചാൽ മുട്ട തരും, അപ്പം ചോദിച്ചാൽ അപ്പം തരും, മീൻ ചോദിച്ചാൽ മീൻ തരും. അപ്പോ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിലൂടെ പ്രചാരത്തിലിരുന്ന ദൈവീക വെളിപ്പാടെന്ന് പറയുന്നത് ഞാൻ എന്ത് ചോദിച്ചാലും അത് തരാൻ കഴിവുള്ള ദൈവം. ഇപ്പൊ ദൈവമൊക്കെ മനസ്സിലാക്കാണ് നമ്മുടെ കുറിവാക്യം പുതിയ വെളിപ്പാടാണെന്ന് പറഞ്ഞതിനർത്ഥം. ചോദിക്കുന്നത് തരാൻ കഴിവുള്ള ദൈവത്തെ കുറിച്ച് വർഷങ്ങളായി ഒരു വെളിപ്പാട് നിലനിൽക്കവേ വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ദൈവമനുഷ്യൻ എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതി വരുമ്പോ പറയാ, കുഞ്ഞുങ്ങളെ ചോദിക്കുന്നത് മാത്രം തരാനുള്ള കഴിവല്ല നിന്റെ ദൈവത്തിനുള്ളത്. നീ ചോദിക്കുന്നതിൽ
ഈ ദൈവത്തെ ആരാധിക്കുന്നത്? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പിന്നെ പറഞ്ഞു വന്നെന്താ? അത്യന്തപരമായി ചെയ്യാറുള്ളയോ? ഈ അത്യന്തപരമായി വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇമ്മഷറബിൾ അൺകൗണ്ടബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാ എന്ന് പറഞ്ഞാൽ എന്തായാലും ആ വാക്യം വെച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അതിനൊരാളും, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിനൊരു സ്കെയിലുണ്ട്, കൗണ്ടബിൾ ആണ്, അത് മെഷറബിൾ ആണ്. പക്ഷേ നമ്മൾ എന്ത് ചോദിക്കുന്നതിനും അളവുണ്ട്, കണക്കുണ്ട്. അത്യന്തപരം എന്ന് പറയുമ്പോൾ നമുക്ക് അളക്കാൻ പറ്റുന്നതിനും നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനും അപ്പുറമായി എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റുണ്ട്. അങ്ങനെ ചിലത ചോദിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ ദൈവം ചെയ്യാൻ പോകുന്നത്. അതാ പൗലോസ് പറഞ്ഞതിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവ വെളിച്ചത്തിൽ ഞാനൊരു ആശയം പറഞ്ഞാൽ അത്യന്തപരം എന്നുള്ളതിന്റെ അനുഭവ വെളിച്ചത്തിൽ പറഞ്ഞാൽ നിനക്ക് സ്വപ്നത്തിൽ പോലും, കാരണം ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മളിൽ പല സ്വപ്നം കാണുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പ്ലെയിൻ പറഞ്ഞിരിക്കുന്നു ഇപ്പോഴും ബൈക്ക് ഓടിക്കാൻ അപ്പം ഇവരുടെ ബൈക്ക് പോലും മര്യാദയ്ക്ക് ഇതുവരെ ഓടിച്ചിട്ടില്ലാത്ത ഞാൻ വലിയ വലിയ ഈ നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കണ്ടവരെ ഭക്തന്മാരിൽ ചിലര് പ്രാവിനുള്ളതുപോലെ ചേർന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിങ്ങളുടെ ഇടയിൽ നിന്നെല്ലാം പറന്നുപോയി വിശ്രമിക്കാൻ നടക്കുന്ന കാര്യമാണ്. പൗൽ ആ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളത് അല്ല, സ്വപ്നം കാണാൻ ചേരോ സൗകര്യമായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ സ്വപ്നം കാണുക. ഈ അത്യന്തപരം എന്നുള്ളൊരു ആശയം എന്നോട് ചേർത്ത് വെച്ച് ഞാൻ പറയട്ടെ. നിനക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്നതിനും കണക്ക് കൂട്ടാൻ പറ്റുന്നതിനും അപൂർവമായി നിനക്ക് വേണ്ടി ചിലത് ചെയ്യാം. നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്യാം. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാം. ഭാവിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ നിന്റെ ദൈവം കഴിവുള്ള ദൈവമാണ്. ആ ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു സാധാരണ ദൈവമല്ല നിന്റെ കുടുംബത്തിൽ മഹത്വപ്പെടാൻ പോകുന്നത്. അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവം. കോട്ടയം ജില്ലക്കാരാണ് ഞങ്ങൾ. അമ്മ കോട്ടയം കാനമണ്ണം, ഫാദർ മലബാർ. എന്റെ പിതാവിന് 15 വയസ്സുള്ളപ്പോൾ മലബാറിലേക്ക് കുടിയേറി. പക്ഷെ ഞാൻ ശുശ്രൂഷകളുടെ 16 വർഷം പുനലൂർ സെന്ററിലായിരുന്നു. 2000 എറണാകുളം ഭാഗത്തേക്ക് പോയി. PDC കംപ്ലീറ്റ് ചെയ്ത് ഒരു ഉപദേശിയല്ല. ഞാൻ PDCക്ക് പോയ കാലത്താണ് ഞാൻ KSUവിന്റെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്. അപ്പനൊരു കോൺഗ്രസ്സുകാരനാണെന്നുണ്ട്. കണ്ണൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ. അക്രമ രാഷ്ട്രീയത്തിന്റെ യുദ്ധത്തിന്റെ ബന്ധം വിളിക്കുന്ന കണ്ണൂർ ജില്ലയിൽ KSUവിന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് അങ്ങനെ ഏർപ്പെട്ട കാലത്ത് ചർച്ചിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലാണ് ഞാൻ പിടിക്കപ്പെട്ടത്. സ്വർണം പിടിക്കപ്പെട്ടതിന്റെ പിന്നെ ജീവികൾ തന്നെ മുന്നിലോട്ട് പോയി. ഞാൻ പറഞ്ഞത് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ കേരളത്തിന്റെ വടക്കേറ്റത്തിൽ ജില്ലയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ പിറന്നു വളർന്ന എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ കഴിയുമെന്ന് ഈ ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഒരു സാധാരണ മലയാളിയായ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നം പോലും കാണാനുള്ള യോഗ്യത എനിക്ക്
നിങ്ങളോട് പറയാൻ പറ്റില്ല. തുടങ്ങാൻ പോലും കഴിയുന്നതിനപ്പുറമായിട്ടാണ് ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്തതെന്ന് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ ആളുകൾ അനുഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ. നിന്റെ ചോദ്യങ്ങളുടെ മറുപടിയാണ്, നീ നിരക്കുന്നതിന്റെ മറുപടിയാണ് അത്യന്തം പരമായി ചെയ്യാൻ കഴിവുള്ളവരുടെ കാലം ഇന്ന് വളരെ ചലിച്ചു തുടർന്നപ്പോൾ ആ ദൈവകരത്തിന്റെ മഹത്വം ആത്മാവിൽ കാണുവാൻ കഴിയുന്ന ദൈവത്തിന് ഇവിടെ ബഹുമായിരിക്കുന്ന ഒന്നാം ഭാഗം നമ്മളെ ഈ വാക്യത്തിന് ഒന്നാം ഭാഗം ഒന്ന് നോക്കാം. കാരണം ഇതിന്റെ ഈ വാക്യം മുഴുവൻ നമുക്ക് ചിന്തിക്കാൻ സമയത്തേക്ക് നമുക്ക് എന്റെ സഭാ ശുശ്രൂഷ ജീവിതം, സഭാ ശുശ്രൂഷ പ്രവേശിച്ച 26-ാമത്തെ വർഷം എന്റെ സഭാ ശുശ്രൂഷ ജീവിതത്തില് എന്നെ ഇത്ര സ്വാധീനിച്ച മറ്റൊരു വാക്യമൊന്നും എനിക്കറിയില്ല. ഇത് പ്രോസ്പെരിറ്റി ആയിട്ട് ആരും കാണാൻ ഈ വാക്യത്തെ. ആമേൻ. നമ്മുടെ ദൈവം കഴിവുള്ള ദൈവമാണ്. ആ വെളിപ്പാടാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വാക്യത്തിന്റെ ഒന്നാം ഭാഗം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ദൈവമാരെ നാം ചോദിക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ യാതൊരുക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ചോദിക്കുന്നതിൽ അത്യന്തം പരമായി. ചോദിക്കുക എന്നുള്ള പദം നമ്മൾ തൊട്ടു മുമ്പ് ദൈവീക വെളിപ്പാടിനെ കുറിച്ച് പരാമർശിക്കവേ നമ്മൾ ചിന്തിച്ചൊരു പദമാണ് ചോദിക്കുക എന്ന പദം. ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ചോദിക്കുക എന്ന പദം യേശു ഉപയോഗിച്ചത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ഈ പദം ചോദിക്കുക എന്ന ഈ പദം പ്രാർത്ഥനയുമായി ബന്ധിപ്പിക്കാം. ഞാൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുന്നതിലും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ചോദിപ്പി എന്നാണ് നിങ്ങൾക്ക് കിട്ടും. എന്താ പറഞ്ഞാൽ ചോദിക്കുന്നതാണ് പ്രാർത്ഥന, മുട്ടുന്നതാണ് പ്രാർത്ഥന, അന്വേഷിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് മുഖവരക്കെടുത്ത് ഈ വാക്യം കൈകാര്യം ചെയ്യുമ്പോൾ ചോദിക്കുന്നതിലും എന്ന് പറയുന്ന പദത്തെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവപൈതൽ ദൈവത്തോട് ചോദിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവം കഴിവുള്ള ദൈവമാണ്. ഈ വാക്യത്തിന് ഒന്നാം ഭാഗം നമുക്കൊരു പഴയ നിയമ ഭാഗം കൊണ്ട് സമർപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കും. രൂത്തിന്റെ പുസ്തകം 2-ാമത്തെ 7-ാം ഭാഗം വായിച്ചു. രൂത്തിന്റെ പുസ്തകം 2-ന്റെ 7. യെസ്. ചോദിച്ചു. ശ്രദ്ധിക്കണേ, ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഈ ഒന്നും എല്ലാവർക്കും ലോകത്തിന്റെ പുസ്തകം കിട്ടിയോന്നൊരു സംശയം. കാരണം നമ്മളിങ്ങനെ പൊതുവെ നമ്മളെ പലരുടെ വേദോസ്തം ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയാൽ ഈ വേദോസ്തകത്തിന്റെ സെന്റർ പ്രത്യേക കളറുണ്ട്. ചില നരപ്പം കൂടുതൽ, ചില വെള്ളങ്ങൾ കൂടെ ഉള്ളതാണ്. അതിന്റെ കാര്യം എന്താ? നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. എന്തായാലും ഇത്രയും പുസ്തകങ്ങളിൽ വലിയ പുസ്തകമായിട്ട് ഈ നടുഭാഗം മാത്രം, സെന്റർ മാത്രം ഇങ്ങനെ നരയ്ക്കാൻ കഴിയും. ഞാൻ വേദപുസ്തകത്തിന്റെ സെന്റർ നരച്ച കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഉപദേശം ഒന്ന് വേറൊന്നും പറഞ്ഞാൽ ചില സെന്റർ അല്ലെങ്കിൽ നരച്ച എനിക്ക്
ഇതിന്റെ കാര്യമാണ്. ഞാൻ പൊതുവെ നമുക്ക് ഈ സങ്കീർത്തനമായിട്ട് ഒരു ബന്ധമോ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ സഹായോ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം വാസ്തവ ഒരു സങ്കീർത്തനം എല്ലാ സൺഡേയും ഫ്രീ ആണ്. അത് മാസ്റ്റർ വായിച്ചിട്ട് അത് നമ്മുടെ ഇടയിൽ നിലനിർത്തിപ്പോലൊരു സിസ്റ്റമാണ്. സഭായോഗത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനമാണെന്ന് പറയുന്നത് ഈ 150 സങ്കീർത്തനത്തിലെ ഒരു സങ്കീർത്തനത്തിന്റെ കാര്യമല്ല, ആത്മാവിൽ പാടുന്ന കീർത്തനത്തിന്റെ ഉള്ളവരൊക്കെ കുറച്ച് സങ്കീർത്തനം എഴുതി വെച്ചില്ലാത്ത നമ്മുടെ സഭായോഗത്തിന് അത്രയും നേരം എന്തോ ചെയ്തേ. അങ്ങനെയൊന്നും ആത്മീയ ശുശ്രൂഷകളെ നിജപ്പെടുത്തൽ. ഒരാഴ്ച സങ്കീർത്തനം വായിക്കാതിരുന്നെന്ന് കരുതി ഒരു 10 വാക്യം വായിക്കാൻ ലേഖനത്തിൽ നിന്നാണ് സഭായോഗത്തിൽ സങ്കീർത്തനത്തിന് പകരം വാക്യം വായിച്ചാൽ അടിനാശ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നാട്ടിൽ ഇവിടുത്തെ കാര്യങ്ങളില്ല. സങ്കീർത്തനം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സങ്കീർത്തനം വായിച്ചിട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കല്ലിടാൻ ചെന്നാൽ അവിടെ സങ്കീർത്തനം, ശിശുപ്രതിഷ്ഠയ്ക്ക് എഴുന്നേറ്റാൽ അവിടെ ഒരു സങ്കീർത്തനം, കല്യാണത്തിന് ചെന്നാൽ 45 സങ്കീർത്തനം. അതിനുവേണ്ടി ഇങ്ങനെ എന്റെ ഹൃദയം ശോഭനീന്നു അത് കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുക. പിന്നെ മരണവീട്ടിൽ വായിക്കാൻ വേണ്ടി 90 ശ്രദ്ധിച്ചിട്ടുണ്ട്. മൊത്തത്തില് സങ്കീർത്തനവുമായിട്ട് ഒരു അതിരില്ലാത്ത അടുപ്പം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ യൂത്തിന്റെ പുസ്തകമൊക്കെ കിട്ടാൻ ഭയങ്കര പേപ്പർ ഒട്ടിപ്പിടിച്ചിരിക്കുക. പണ്ട് കുമ്മനാട്ടിൽ മേടിച്ച ഇന്നൊന്നും ഇളക്കിയിട്ടില്ല. ഇതിനകത്തൊരു സൈക്കോളജിക്കൽ ഫാക്ട് ഉണ്ടെന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റില്ല. സങ്കീർത്തനത്തിന്റെ ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ടോണാണ്. ശ്രദ്ധിച്ചത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടുവിക്കും, ദീർഘായുസ് കൊണ്ട് ഞാനവനെ തൃപ്തി വരുത്തും, നിനക്ക് മൂട്ടുണ്ടാകുകയില്ല, നിനക്ക് മേശ ഒരുക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സുഖമുള്ള ശൈലിയാണ് സങ്കീർത്തനം. അതേസമയം വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമുക്ക് വാക്യം വായിക്കാറുണ്ട്, സന്തോഷിപ്പിച്ച വാക്യം വല്ലവനായിരുന്നു, ചിലരെ കൊണ്ട് വല്ലവനായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. വർഷങ്ങളായിട്ട് ഒറ്റ സാക്ഷ്യവും എന്തോ പറയുന്നത് ചരിച്ചൂടെ കൂട്ടി പറയും. കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, എനിക്ക് നല്ലവരും ഉണ്ടോ, വല്ലഭരും നല്ലവരും വല്ലഭരും ഭാഗ്യവും വേണ്ടത്. എന്റെ ഇത്രയും കാലത്തെ സ്വഭാശുശ്രൂഷയിൽ വല്ലഭൻ എന്ന് പറഞ്ഞൊരു സാക്ഷി ഞാൻ ഇതുവരെ വർഷങ്ങളായി പറഞ്ഞ തേങ്ങിട്ട് അവിടെ ഒരു വായ നമ്മുടെ ഇടയിൽ സംഭവിച്ചു പോയ അപജയങ്ങളുടെ ഭാഗം. കഥാനം വല്ലവനെന്നൊന്നും കയറി വിളിക്കരുത്, നല്ലവരും വല്ലഭരുമായി. നല്ലവരും വല്ലഭരുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമല്ല, കർത്താവിനെ വിളിച്ചാണ് എന്നിട്ട് വായിക്കുന്നതോ സങ്കീർത്തനം. സന്തോഷിച്ചോ? ചിലർക്ക് മാസ്റ്റർമാരോട് ചില സ്നേഹമുള്ളതുകൊണ്ട് അവർ പറയും ഇന്ന് പാസ്റ്റർ വായിച്ച സങ്കീർത്തനം എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ട് പാസ്റ്ററോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. വേദപുസ്തകം തുറന്നത് സഭായോഗത്തിന് വന്നപ്പോഴാണ്. പോട്ടെ, ഞാൻ 1-2 പേരെ ശ്രദ്ധിച്ചപ്പോൾ രൂത്തിന്റെ പുസ്തകം കിട്ടാതെ വിഷമിക്കുന്നതായിട്ട് കണ്ടതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള പുസ്തകമെല്ലാം ഇണക്കി വെച്ചേക്കണം. എപ്പോഴാണ് നമുക്ക് വായിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ കുടിവാക്യം അനുസരിച്ച് വാചകം ഇവിടെ എന്താ ചോദിച്ചു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെരുക്കിക്കൊള്ളട്ടെ എന്നവൾ ചോദിച്ചു. ചോദിച്ചു. അവൻ ചോദിക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യാൻ കഴിവുള്ള ദൈവങ്ങളാണ് നമ്മുടെ ആശയം. ചോദിച്ചു. ഇവിടെ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ യൂത്തിന്? ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലമുണ്ട്. എന്താ പറയുന്നത്? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവം തമ്പുരാൻ വെച്ച ഒരു നിയമമുണ്ട്. സമ്പന്നനായ ഒരുവന്റെ വയലിൽ കൊയ്ത്ത് നടക്കുമ്പോൾ
പൊഴിഞ്ഞു വീഴുന്ന യവമണിയോ ഗോതമ്പ് മണിയോ വയലിന്റെ ഉടമസ്ഥൻ തൂത്തുവാരി എടുക്കാൻ പാടില്ല. ഉടമസ്ഥന് കറ്റകൾ മാത്രമേ അവകാശപ്പെടാവൂ. കറ്റകൾ കളപ്പുരയിലേക്ക് മാറ്റണം. എന്നാൽ യവവയലിലോ ഗോതമ്പ് വയലിലോ കൊയ്യുമ്പോ കറ്റ കെട്ടുമ്പോ പൊഴിഞ്ഞു വീഴുന്ന ഗോതമ്പ് മണിയും യവമണിയും അത് പരദേശിക്ക് കാലാപെറുക്കാനുള്ളതാണ്. അപ്പൊ കാലാപെറുക്കുക എന്ന ഒരു നിയമം ദൈവം നമ്പുരാണെന്ന് വെച്ചിട്ടുണ്ട്. ഉടമസ്ഥനത് തൊടാൻ അനുവാദമില്ല. നിങ്ങൾ പഴയ നിയമത്തിൽ ആ ഭാഗം മാത്രം പഠിച്ചാൽ മതി. കുറഞ്ഞ ഒരു സഭായോഗത്തിൽ മുഴുവൻ ഇരുന്ന് ആരാധിക്കും അല്ലേ? ആ നിയമം ഒന്ന് പഠിച്ചു നോക്കി. ആ നിയമം ദൈവം ഉണ്ടാക്കുമ്പോ ദൈവം ആരെയാ മനസ്സിൽ കണ്ടത്? പൊഴിഞ്ഞു വീഴുന്ന യമമണിയും ഗോതമ്പ് മണിയും പരദേശിക്ക് കാലാപെറുക്കാൻ ഇട്ടേക്കണമെന്ന ദൈവം തമ്പുരാൻ നിയമം വെക്കുമ്പോ ദൈവം മനസ്സിൽ ആരെയാ കണ്ടത്? എല്ലാ മേഖലയിലും പറയുന്നില്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തമായി എടുക്കാൻ അല്പം ഗോതമ്പ് മണിയോ യവമണിയോ സ്വന്തമായി ഇല്ലാത്ത പാവപ്പെട്ട പരദേശികളുടെ വിശക്കുന്ന വയറ ദൈവം നമ്പുരാൻ നിയമം കൊണ്ടുവന്നപ്പോൾ കണ്ടത്. സത്യമല്ലേ? നമ്മുടെ ദൈവം ആരാധനയുമതിനെ കരയുന്ന കാക്കക്കുഞ്ഞിന് അതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. നീ ഏത് വിഷയത്തിലാണ് വിശന്നിരിക്കുന്നതെന്ന്, ഏത് വിഷയത്തിലാണ് നീ ആവശ്യബോധത്തോടെ ഇരിക്കുന്നതെന്ന് അറിയാവുന്ന ഒരു ദൈവത്തിന്റെ അടുക്കല ഇതുപോലെ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. സ്വന്തം കരുതുന്ന ആവശ്യത്തിൽ ഇരിക്കുന്നവരെ അറിയുന്ന ഈ സർവശക്തന്റെ അപമാനങ്ങൾ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോ കാലാപെറുക്കെന്ന് പറയുന്ന നിയമം നിലവിലുണ്ട്. അത് ദൈവം വെച്ച നിയമം. ആ നിയമം ദൈവം കൊണ്ടുവരേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നില്ല. കാരണം ശരിക്കും പറയാൻ നിയമം കൊണ്ടുവരണ്ടായിരുന്നു. കാരണം അന്നത്തെ വയലിന്റെ ഉടമസ്ഥർ നല്ല മനുഷ്യരായിരുന്നില്ല. വയലുപോലെ വിശാല മനസ്കതയുള്ളവരായിരുന്നെങ്കിൽ, മൈതാന ഹൃദയമുള്ളവരായിരുന്നെങ്കിൽ ഇങ്ങനൊരു നിയമം കൊണ്ടുവരണം അല്ലേ? കാരണം ആഹാരമില്ലാതെ കിടക്കുന്ന പാവപ്പെട്ടവരെ പരദേശികളെയൊക്കെ വിളിച്ചിട്ട് ആ മീറ്റിംഗ് കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ കൊടുന്ന് വന്നേച്ച് പോകാവോ എന്ന് പറഞ്ഞ് അവരെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഒരിടങ്ങടി യവമണി ഗോതമ്പ് മണി അളന്ന് അവർക്ക് കൊടുക്കാൻ കടപ്പെട്ടവന് സ്വന്തമായി വയറുള്ളവൻ അല്ലേ? കളപ്പുര കെട്ടുന്ന കളപ്പുര. പക്ഷെ അന്നത്തെ കാലത്ത് ആവശ്യത്തിരിക്കുന്നവർക്ക് അറിഞ്ഞു കൊടുക്കുന്നവർ കുറവായിരുന്നു. അതുകൊണ്ടാണ് ദൈവം നിയമം വെച്ചത്. നിയമം വെച്ചു. കാരണം അങ്ങനെ നിയമം വെച്ചില്ലെങ്കിൽ പൊഴിഞ്ഞു വീഴുന്നതും കൂടെ തൂത്തുവാരി ഇവൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉള്ളവർക്കാണ് ആർത്തി. എന്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചതാണ്. ഈ കൂടുതൽ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൊഴിഞ്ഞു വീഴുന്നതും കൂടെ തൂത്തുവാരി. എന്നാൽ അതാരെങ്കിലും ഒരു പാവപ്പെട്ടവർ കൊടുത്തേക്കാമെന്ന് ചിന്തിക്കുന്നത്. അവൻ ദൈവം തമ്പുരാണ് അന്നത്തെ ആളുകളെ മൊത്തത്തിൽ പഠിച്ചേച്ച ഈ നിയമം വെച്ചത്. കാലാപെറുക്കിന്റെ നിയമം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ പൂർത്തിപ്പെടുത്തി ചെയ്യുന്നതാണ് കറ്റകളുടെ ഇടയിൽ പെരുക്കിക്കോട്ടെ എന്ന് ചോദിച്ചത്. അങ്ങനെ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിന്റെ കാര്യം. കാരണം കാലാപെറുക്കാൻ ദൈവത്തിന്റെ നിയമം. കാലാപെറുക്കാൻ പിന്നെ ഇതിനെ പെരുക്കിക്കോട്ടെ ചോദിച്ചു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇവിടെ കൺവെൻഷൻ എല്ലാ ചർച്ചിലും നോട്ടീസും എല്ലാവർക്കും സംബന്ധിക്കാം. അതാണ് നോട്ടീസ്. നോട്ടീസ് എത്തിച്ച എല്ലാവർക്കും സംബന്ധിക്കാം. അങ്ങനെ ഇരിക്കെ വിളിച്ച് ചോദിക്കുന്ന കാര്യമുണ്ട്. ഞങ്ങൾ കൂടെ വന്നോട്ടെ
ദൈവം കാലാപത്തിന്റെ നിയമം വെച്ചത്. മോവാബ്യ സ്ത്രീയാണ്. അവൾക്ക് കുലം കൊണ്ടോ കുടുംബം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഈ നിയമവുമായി അവർക്ക് ബന്ധമില്ല. അതുകൊണ്ടാൽ ഇസ്രായേൽ മക്കൾക്കൊക്കെ കാലം പെറുക്കാം, അവർക്ക് അതിന് പെർമിഷനുണ്ട്. പക്ഷേ 10ാം തലമുറ പോലും ദൈവസഭയ്ക്കകത്ത് കാലത്തിരുന്ന് നിയമമുള്ള വെറുക്കപ്പെട്ട വർഗത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് അരുത് ഞാനും കൂടെ പെരുക്കിക്കോട്ടെ. അതാണ് ചോദ്യത്തില്ല. ഇനി കാലിക പ്രസക്തമായ ഒരാശയം രൂപ എന്തിന് ചോദിച്ചതിന്റെ ഒരു ഉത്തരം വേദശാസ്ത്രം പഠിച്ചത് ഞാൻ പറഞ്ഞു. അപ്പോൾ മോവാബ്യ സ്ത്രീയായിരുന്നു. കാലിക പ്രസക്തമായ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ വയലിൽ പുതിയ അവിടെ വന്നയോ പുത്തനാണ്. എന്നാൽ ഈ വയലിൽ യൂത്ത് സഖ്യമൊക്കെ ആയിട്ട് വരുമ്പോ വർഷങ്ങളായിട്ട് ആ വയലിൽ കൊയ്യുന്നവരും കറ്റ കിട്ടുന്നവരും കാല പെറുക്കുന്നവരും ഉണ്ടല്ലേ. നാടൻ ഭാഷ പറഞ്ഞ പഴയ പെറുക്കികൾ വർഷങ്ങളായിട്ട് കണ്ണുവീഴ്ച നോക്കുന്നതിന് നമ്മുടെ ഭാഷ പറഞ്ഞാലും സീനിയോറിറ്റി ഇവിടെ പുതിയ പെറുക്കിയാണ് മറ്റേ പഴയ പെറുക്കി അല്ലെ, അങ്ങനെ ഒരു വ്യത്യാസം. അപ്പോ യൂത്ത് ഈ സഞ്ചിയൊക്കെ ആയിട്ട് വന്നപ്പോ ഈ വർഷങ്ങളായിട്ട് ഈ വയലിൽ പെരുക്കിക്കൊണ്ടിരുന്നവർ ഒരു നോട്ടം നോക്കി കാണാൻ സാധ്യത. നിങ്ങളെ മുഖം കണ്ടപ്പോഴേക്കും ഞങ്ങളെ പോലുള്ളവർ വർഷങ്ങളായി പെരുക്കിക്കൊണ്ടിരിക്കുന്നതിന് ആരാണ് ഒരു പുതിയ തമ്പുരാന്റെ നിയമമുണ്ടെങ്കിൽ ഈ പഴയ ആളുകളുടെ നോട്ടു ആ പരുവോ കണ്ടപ്പോഴെന്ന് മനസ്സിലായി. തമ്പുരാന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവരോടും കൂടെ ഒരു വാക്ക് ചോദിച്ചേക്കാം, ഞാനും കൂടെ പെരുക്കിക്കോട്ടെ. പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചേർന്ന് അങ്ങോട്ട് പറ്റിയിട്ടില്ല. വീട്ടിൽ ചെന്ന് രൂത്തിന്റെ പുസ്തകം 2ാം അധ്യായം പഠിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കണം. കാരണം ഈ രൂത്തിനോടുള്ള ബന്ധത്തിൽ ബോസ് 3 കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചിട്ട് ഒരു പേര കൊണ്ട് അണ്ടർലൈൻ ചെയ്യണം. 3 കൽപ്പന. 1, ബാല്യക്കാരിൽ നിങ്ങൾ അവളെ തുടരുത്. 2, ഉപദ്രവിക്കരുത്. 3, ശകാരിക്കരുത്. ഈ 3 കൽപ്പന ശ്രദ്ധിച്ചോളാം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ബോസ് ബാല്യക്കാരോട് ഇങ്ങനെ കൽപ്പിച്ചത്? നിങ്ങൾ അവളെ തുടരുത്, ശകാരിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ വയലിലുള്ളവരെ, അത് പഴയതായാലും പുതിയതായാലും വയലിലുള്ളവരെ രൂത്തെ നിനക്കറിയുന്നില്ല. എന്നാൽ വയലിന്റെ ഉടമസ്ഥനായ എനിക്കറിയാം ഇതിനകത്തുള്ളവൻ ആരാണെന്ന്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ചിലര് കയ്യേറ്റം വരെ ചെയ്യാൻ മടിക്കാത്തവരാണ്. ചിലര് കൈവെക്കത്തില്ലെങ്കിലും ശകാരിക്കുന്നവരാണ്. ചിലർ ഉപദ്രവിക്കുന്നവരാണ്. അതിനകത്തൊരു മർമ്മമില്ലേ? രൂത്ത് അറിയാതെ തന്നെ രൂത്തിന് നേരെ ഈ വയലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല പോരുകളെയും ആര് ബ്ലോക്ക് ചെയ്യുന്നു? ഈ വയലിൽ കാലുകുത്തിയ
സഞ്ചിയിലൊന്നും കിട്ടിയിട്ടില്ല. വേദപുസ്തകം സശ്രദ്ധം നമ്മൾ പഠിച്ച ഒരു പരദേശി എത്ര ഉത്സാഹിച്ച് പിറക്കിയാലും 2 പേർക്ക് ഒരു ദിവസത്തേക്കുള്ളതേ കിട്ടും. അത് കർത്താവിന്റെ കണക്കാ. ഒരു ദിവസത്തേനുള്ളതേ ഒരാൾ എത്ര ഉത്സാഹിച്ച് പിറക്കിയാലും കിട്ടത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, മന്ന കൊടുത്തപ്പെടും. തമ്പുരാൻ പറഞ്ഞായിരുന്നു, അന്നത്തേനുള്ളതേ പെറുക്കാവൂ, പിറ്റേന്നത്തേന് വെക്കരുത്. എന്നിട്ടും ജനം പിറ്റേന്നേന് വെച്ചു. അത് ക്രമിച്ചു പോയി എഴുതിയിട്ടു. ഇനി പുതിയ നിയമത്തിൽ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിടത്തും അന്നന്ന് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. അപ്പോ ഒരു ദിവസത്തേനുള്ളതേ കിട്ടും. പക്ഷേ രൂത്തിന് പണി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് രൂത്തിന്റെ സഞ്ചിയിൽ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒരു നേരത്തേനുള്ളത് പോലും രൂത്തിന്റെ സഞ്ചിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ വേദനപ്പെട്ട് നിൽക്കുമ്പോ വയലിന്റെ ഉടമസ്ഥനായ ബോസ് വയലിലേക്ക് ഇറങ്ങി വന്നു. ബോസ് ബാല്യക്കാരോട് ചോദിച്ചു, ആരാണിവൻ? എവിടുത്തെ കാര്യമാണിവൻ? അവര് പറഞ്ഞു, മോവാബ്യ സ്ത്രീയാണ്, കാലത്ത് വന്ന് ഇതുവരെ പെരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത്രയും കേട്ട ബോസ് രൂത്തിന് നേരെ തിരിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, നീ അപ്പക്കഷണം ചാറിൽ മുക്കി തിന്നണം എന്ന് പറഞ്ഞാൽ രൂത്തിന്റെ വിശപ്പിനുള്ള ആഹാരം ഇവിടെ രൂത്തിന് വേണ്ടി ആര് കരുതുന്നു? ബോസ് കരുതുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, പെറുക്കാനാണ് രൂത്ത് വന്നത്, ഈ വയലിൽ ഇരുന്ന് കഴിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ബോസ് കഴിക്കുന്നിടത്തിരുന്ന് ഇപ്പൊ രൂത്ത് കഴിക്കുന്നത് രൂത്ത് ചോദിച്ചതല്ല. അവൾ ചോദിക്കാത്ത ചില പരിഗണന, അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില നന്മകൾ രൂത്തിന് വയലിൽ കിട്ടുക. എന്നിട്ട് ഈ ബോസ് ബാല്യക്കാരോട് പറഞ്ഞത്, ബാല്യക്കാരെ, നിങ്ങൾ ഇവൾക്ക് കറ്റകളിൽ നിന്ന് വലിച്ചിട്ട് കൊടുക്കണം. ശ്രദ്ധിച്ചോ, രൂത്തിന്റെ പേരിൽ വലിച്ചിട്ട് നിങ്ങൾ എടുക്കരുത്. ചിലരുടെ ഇടപാടല്ല, വലിക്കുന്നത് മുഴുവൻ രൂത്തിന്റെ പേരിൽ. പക്ഷെ രൂത്തിനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതൊന്നും വിശദീകരിക്കേണ്ട വേദിയിലല്ലാതെ ഞാൻ വിടുന്നു. നീ രൂത്തിന്റെ പേരിലാണ് വലിക്കുന്നതെങ്കിൽ രൂത്തിന് തന്നെ കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് അവൾക്ക് ഒരു പറ യവം കിട്ടി. ഒരു പറ യവമുണ്ടെങ്കിൽ 2 പേർക്ക് 5 ദിവസം സുഖമായിട്ട് കഴിയാം. അങ്ങനെയാണ് കണക്ക് മുഴുവൻ അവിടെ തെറ്റിയില്ലേ. ഒരു പരദേശിക്ക് ഒരു ദിവസത്തേനുള്ളത് കിട്ടിയാൽ മതി. പക്ഷെ ഇപ്പൊ ഇവളുടെ സഞ്ചി 5 ദിവസത്തേനുള്ളത് കിട്ടി. അവിടെയും മറ്റൊരു കാര്യം സംഭവിച്ചു. എന്താ? അവൾ ചോദിച്ചതല്ല, അവൾക്ക് കിട്ടിയത് ചോദിച്ചതിലധികമാണ്. പക്ഷെ ഇവിടെ ചോദിച്ചതിലധികമേ ആകുന്നുള്ളൂ. നമ്മുടെ കുറിവാക്യം അനുസരിച്ച് ചോദിച്ചതിലധികം തരാൻ കഴിവുള്ള ദൈവമല്ല, അത്യന്തം പരം, അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തെ ഈ ഭാഗത്ത് കൊണ്ട് എങ്ങനെ വിവരിക്കാമെന്ന് വചനം ശ്രദ്ധിച്ചിരുന്ന ദൈവം നമുക്ക് മനസ്സിലായി. ഈ രൂത്തിന്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോ രൂത്ത് വയലിന്റെ ഓടമയാണ്. നിന്റെ ദൈവം പറഞ്ഞു, നിനക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നതിനപ്പുറമായി നിനക്ക് വേണ്ടി ചെയ്യാൻ നിന്റെ ദൈവത്തിന് കഴിവുണ്ട് കേട്ടോ. എനിക്ക് അവിടെയും നിൽക്കാനല്ല ആ ഭാഗം പഠിച്ചപ്പോ തോന്നിയത്. രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദിൽ നിന്ന് ഈശായി ജനിച്ചു. ഈശായിയിൽ നിന്ന് ദാവീദ് ജനിച്ചു.
യേശുവിന്റെ അഡ്രസ് എങ്ങനെ പുതിയ നിയമത്തിൽ ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു ക്രിസ്തു. ചിന്തിച്ചേ, അങ്ങനെയാണെങ്കിൽ യേശു ദാവീദിന്റെ വംശാവലിയിലാണ്. മനസ്സിലായല്ലോ? ദാവീദിന്റെ പുത്രനായ യേശു. എന്നാൽ പുറകോട്ട് നോക്കിക്കേ, യേശുവിന്റെ വല്യമ്മയുടെ സ്ഥാനത്ത് ആരുടെ പേരാ പ്രിയപ്പെട്ടവരെ കിടക്കുന്നത്? 10ാം തലമുറയിലേക്ക് സഭയ്ക്കകത്ത് തലമുറയിലേക്ക് നിയമമുള്ള സഹോദരന്മാരെ, ഈ 2018 വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ദൈവത്തെ അനുഭവിക്കാൻ പോവാ. നിന്നെ അലട്ടുന്ന വിഷയം എന്താണെങ്കിലും ഈ വെളിപ്പാട് നീ ഇന്ന് പകൽ ഏറ്റെടുത്താൽ അത്യന്തപരമായി ചെയ്യാൻ കഴിവുള്ളവന്റെ കരം ഇപ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ ചലിച്ചു തുടങ്ങുകയാണ്. ദൈവത്തിന് ചില നിമിഷങ്ങൾ ഒരു ദിവസത്തെ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഈ വയലിനകത്ത് കാലുകുത്താൻ പോലും യോഗ്യതയില്ലാത്ത